ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അല്ലേ ഇതാ ഷുട്ടുപ്പി ഞാൻ ഉറങ്ങിണീച്ച് വന്നിട്ടേ ഉള്ളൂ. ഇത് വിളിക്കണ്ട് ഉറങ്ങിണീച്ച് പാടാണ്. അച്ചാച്ചനും അമ്മമ്മയും ഒരു മരിച്ച വീട്ടിൽ പോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷ് ആവട്ടെ, ആളെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ശരി, നമുക്ക് ചായ കുടിക്കണം. ഇന്ന് ചായക്ക് നോക്കണം നമുക്കല്ലേ, എന്താണെന്ന് അറിയില്ല. ചായ എല്ലാം കുടിക്കണ്ടേ, എന്നിട്ടല്ലേ കളിക്കാൻ പോവാ. ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഇനിയിപ്പം ചായ കുടിച്ചിട്ട് ചുട്ടൂന് ചായ കൊടുക്കണം അല്ലേ. ഇന്ന് മമ്മ കഴിക്കണ്ടേ, എന്നിട്ട് പോവാ. ഓക്കെ, അപ്പം നമ്മൾ ചായ വെക്കട്ടെ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് പുട്ട് ടുഡേ. അപ്പം എന്തായാലും ഞാൻ ചായ വെക്കട്ടെ, പാലെടുക്കട്ടെ അമ്മ. നമുക്കിന്ന് ആക്കേണ്ട ഫിഷ് അല്ലേ. നമുക്കിന്ന് മത്തിയാണ് ഫിഷ്. അമ്മമ്മ മുറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കേ ഉള്ളൂ. ഞാൻ ചായപ്പൊടി കേട്ടെ. അങ്ങനെ നമ്മൾക്ക് ഇന്ന് പുട്ടും പഴവുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കഴിക്കണം. പുട്ട് പ്ലസ് നമ്മൾ പഴം. അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. ഇവള് പുട്ടും പഴവും കഴിക്കില്ല. പുട്ട് കഴിക്കും, പക്ഷെ പഴവും കൂട്ടിയിട്ടൊന്നും രാവിലെ കഴിക്കില്ല. ഞാൻ ഇവള് കഴിക്കില്ലെങ്കിൽ ഇനിയിപ്പം റാഗി ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ എന്തായാലും ചായ കുടിക്കട്ടെ. താങ്ക് യു. അയ്യോ അയ്യോ, ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൽ തന്നെ ഒരാൾക്ക് പുട്ട് കഴിക്കണം എന്ന് പറഞ്ഞിതാ പുട്ട് കൊടുത്തിരുന്നിട്ടുണ്ട്. പുട്ട് കഴിക്കുന്നുണ്ട്, പഴവും പുട്ട് എന്തായാലും അവൾ കഴിക്കും തോന്നുന്നില്ല. അപ്പം ഞാനിതാ വേറെ എടുത്തു വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പുട്ട് കഴിക്കട്ടെ അല്ലേ ചുട്ടാ. ടേസ്റ്റ് ഉണ്ടോ? നെല്ലി ടേസ്റ്റാ? പതുക്കെ ഫുള്ള് വായിലിടല്ലേ, കൊച്ചു കൊച്ച്. ഓ അമ്മ എവിടെയല്ലേ, ഇങ്ങ് വാ. അങ്ങനെ ആക്കണ്ടപ്പോ ടോർച്ച് വീണ് പോവുക. വെള്ളരിക്കായൻ പരിപ്പ് അമ്മ ഓൾറെഡി വേപ്പിച്ച് വെച്ചിട്ടാ പോയി. അമ്മമ്മ എത്തി. അമ്മമ്മ ചോറും വെള്ളരിക്കെല്ലാം വേപ്പിച്ച് വെച്ചിട്ടാ പോയെ. ഇനിയിപ്പം കറി അരച്ച് കൂട്ടേണ്ട പണിയേ ഉള്ളൂ. ഉപ്പേരി എന്തെങ്കിലും ആക്കണം. പിന്നെ മീനുണ്ട്. മത്തി എന്താ ചെയ്യാ നമ്മള്? ഓ, അമ്മമ്മ വന്നതിന്റെ സ്നേഹപ്പുറം. അക്ക ചുട്ടൂന് അക്ക രാഗി കുറച്ച് റാഗി ആക്കാന്ന് വിചാരിച്ചു. ആള് കുറച്ച് വിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു എനർജി ഒക്കെ വരണമെങ്കിൽ എന്തെങ്കിലും തിന്നണ്ടേ. ഞാൻ കുറച്ച് മതി ആക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. അമ്മ ഓൾറെഡി വെള്ളരിക്കെല്ലാം വേപ്പിച്ച് വെച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോ ലഞ്ചിന്റെ പരിപാടിയെല്ലാം അത്രേ ഉള്ളൂ. ഇന്ന് വെള്ളരിക്കും പരിപ്പും കറിയും. ഉപ്പേരി എന്താണെന്ന് അറിയില്ല.
അപ്പോൾ ഇതാ അങ്ങനെ ഷുട്ടൂപ്പിൻ്റെ റാഗ് റെഡിയായി. ഞാൻ ഇത്രയും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തണിയുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ലൂസായിട്ട് വരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൾ കഴിക്കൂല. ഞാൻ എന്തായാലും ഇത് കൊടുക്കട്ടെ. അമ്മ മരിച്ചെടുക്ക പോയി വന്ന് ചുരിദാറെല്ലാം ഒന്ന് അലക്കിയിടാൻ പോയപ്പോൾ അമ്മേൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു തുള്ളി വെള്ളം എവിടെയെ കിട്ടുക എന്നുള്ള ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളവള്. അപ്പോൾ അവിടെ നിന്ന് അമ്മമ്മയും മോളും കൂടെ ഭയങ്കര സ്റ്റണ്ടിലുള്ളത്. എന്തായാലും ഞാൻ റാഗി കൊടുത്തിട്ട് സെറ്റാക്കട്ടെ അവളെ. വെള്ളത്തിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഒരാൾ കരഞ്ഞോടുകൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് റാഗി കൊടുക്കണം. അവൾക്ക് ഇപ്പോൾ ഒറ്റ കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനങ്ങ് വിട്ടു കൊടുക്കും. അവൾ എന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. അത് അച്ചാച്ച വന്നെന്ന് തോന്നുന്നു. അച്ചാച്ച വന്ന് നമ്മൾ കറിയെല്ലാം അരച്ച് പാർന്ന് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരാൾ കയ്യിൽ ഫോൺ കിട്ടാത്തതിൻ്റെ ഭയങ്കര അലമ്പിലുള്ളത്. ഇന്നലെ ഞാൻ ആക്ച്വലി നല്ല പോലെ ഉറങ്ങി, നേരത്തെ ഉറങ്ങി. പക്ഷേ എനിക്ക് ഉറക്കുമായിരുന്നു, എന്താ അറിയില്ല, നല്ലൊരു ഉറക്ക ക്ഷീണം, എന്താണെന്നറിയില്ല. ഇന്നലെ ശരിക്കും ഞാൻ എഡിറ്റിംഗ് ഒന്നും രാത്രി ചെയ്തില്ല. ഞാൻ അപ്പം തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഉറക്കുമായിരുന്നു. ഭയങ്കര ലൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് ബിരിയാണിയും കൂടെ ബാക്കിയുണ്ട്. രാത്രി ഒന്നും അമ്മയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവർ കല്യാണത്തിനെല്ലാം പോയതുകൊണ്ട്. പിന്നെ അതവിടെ ബാക്കിയുണ്ട്. അതെനിക്ക് ആക്ച്വലി ഇപ്പം അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. സോ അതും ഒന്ന് ജസ്റ്റ് ചൂടാക്കണം. പിന്നെ അച്ഛന് മാത്രമേ ഉപ്പേരി എന്തെങ്കിലും വേണ്ടു, അമ്മ എന്തെങ്കിലും കപ്പയ്ക്ക് എങ്ങനെ ആക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. വേറെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. കുഞ്ഞിന് തൈറ്റ കൊടുക്കാഞ്ഞ കാക്കൻ്റെ അടുത്ത് പോയോ, കാക്ക പറന്നു പോകും, പാറിപ്പോതാ. കണ്ടാ പോന്നണ്ടാ പോയാ ചുട്ടു പാടിക്കൊടുക്ക്. കാക്കേ കാക്കേ ചോദിക്കേ, കൂടെ വിടേ ചോദിക്കടാ. കാക്കേൻ്റെ അടുത്ത് പോയ കാക്ക നിൽക്കൂല, കാക്ക ഓടിപ്പോ അപ്പം തന്നെ. ഫോണില്ലല്ലോ കുട്ടിക്ക്, എന്താ ചെയ്യ. ഫിഷ് 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 മത്തി വെക്കും നമ്മ. ഇളക്കാം. ജ്യൂസ് അടിക്കണ്ടേ, എല്ലാം തിന്നാൻ കൊടുക്കണ്ടേ, ജ്യൂസ് മാത്രം മതി, എനക്കറിയാം. വെള്ളം വേണം. എത്ര വെച്ചൂടെ? അങ്ങനെ നമ്മളെ മത്തിക്കുട്ടന്മാർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വലിയ മത്തിയായിട്ട് നല്ലോണം മൊരിച്ചെടുത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ എണ്ണ വേണം തോന്നുന്നു. ഇപ്പോഴത്തെ നമ്മളെ കായ് വറവ് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബിരിയാണി ചൂടാക്കണം. ഇപ്പം ചൂടാക്കണോ രാത്രിക്ക് ചൂടാക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അമ്മേ, ബിരിയാണി ഇപ്പം ചൂടാക്കണോ രാത്രി ചൂടാക്കണോ?
ഞാൻ ബിരിയാണി ഇപ്പം എന്താ ചെയ്യുക, ഉച്ചയ്ക്ക് ചൂടാക്കണോ രാത്രി ചൂടാക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. നാളെ നമുക്ക് തെയ്യം കാണാൻ പോകാനുണ്ട്, ഉത്സവത്തിന് പോകണം. നമ്മളെ തറവാട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്ന നാളെ. പക്ഷേ നോക്കട്ടെ, ചിലപ്പം ഇനിയിപ്പോൾ ഇപ്പം ഞാൻ ബിരിയാണി ചൂടാക്കി ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തി എന്തെങ്കിലും ആക്കേണ്ടി വരും. ചിലപ്പം രാത്രി ചൂടാക്കും, നോക്കാം. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്ക് ഇതാ ഈ ഒരു അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളടുത്ത് പണ്ടേ ഇങ്ങനെ വിളക്ക് തിരിയും ചന്ദനത്തിരിയും എല്ലാം കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി കഴിയുമ്പോഴേക്ക് ഇതാ ചുട്ടൂപ്പി ചേച്ചിമാരുടെ അടുത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയും ബാക്കിയുണ്ട്. ഞാൻ വേഗം പോയിട്ട് ഷുട്ട് വരുമ്പോഴേക്കും അത് ചെയ്യട്ടെ. ചുട്ടൂപ്പി ചേച്ചിമാരുടെ അടുത്ത് കളിക്കാൻ പോയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യട്ടെ, എന്നാൽ മാത്രമേ വൈകുന്നേരത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ എൻ്റെ എഡിറ്റിങ്ങും പരിപാടിയെല്ലാം കുറച്ച് കഴിഞ്ഞു, കുറച്ച് നല്ല കഴിഞ്ഞു. ഇനിയിപ്പം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, ഞാൻ കുറച്ച് സമയം കുത്തിയിടാമെന്ന് വിചാരിച്ചു. വേറെ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഷുട്ടൂപ്പി വന്നിട്ടില്ല കളിക്കാൻ പോയിട്ട്. ഇനിയിപ്പം നമുക്ക് എന്തായാലും എന്നാൽ പിന്നെ ഫുഡ് കഴിക്കുമ്പം അല്ലെങ്കിൽ ഷുട്ടൂപ്പി വന്നു കഴിഞ്ഞ് കാണാം. ഓക്കെ, ബൈ. കണ്ണാൻ തുമ്പി ഇപ്പം ഇല്ല, ചുട്ടു വന്ന് ചോറ് നിന്ന് പേരാരിയൂ ചോറ് എന്നാ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഷുട്ടുപ്പിക്ക് ചോറ് കൊടുത്ത് പിന്നെ ഞാൻ നേരെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നീ കുടിച്ചില്ലേ? പ്ലീസ് എന്റെ പാശ് താ പ്ലീസ്. ചുട്ടുവാവത് കുടിച്ചല്ലേ? നന്ദി. എന്തിനാ ഓപ്പാക്കി നന്ദി? വെള്ളം വരുന്നില്ല. ഷോ എന്താ ചെയ്യാ. ഇപ്പറന്ന് കഴുകിക്കോ എന്നാല്. ബാ നന്ദി കകുന്ന ആടുന്ന് കഴുകിക്കോ. അടന്നെത്തൂലേ വീഴൂ. അങ്ങനെ നമ്മൾ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്നലത്തെ കുറച്ച് പായസം ഉണ്ടായിരുന്നു, പായസവും കുടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഷുട്ടൂപ്പിനെ ഒന്ന് കിടത്തി ഉറക്കട്ടെ. ഞാൻ എൻ്റെ അന്ന് കല്യാണത്തിന് മുമ്പ് കഴിച്ചു വെച്ചതാ കമ്മല്, അത് ഞാൻ ഇടാൻ മറന്നുപോയി, അതെടുത്തിടണം ഇനിയിപ്പോൾ. ആയിക്കോട്ടെ, ഷുട്ടൂന് കുറേ കൊതുക് അടിച്ചു. ഇല്ല പോട്ടെ. അമ്മ ക്രീം ഇട്ടാന്നില്ല, ഇപ്പം പോവാ. ഞാൻ എന്തായാലും ഇവളെ പിടിച്ച് കിടത്തി ഉറക്കട്ടെ, നമുക്ക് വൈകുന്നേരം കാണാം. അങ്ങനെ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷുട്ടൂപ്പി എണീച്ചിട്ടുണ്ടെങ്കിൽ നോക്കപ്പ. ഇനിയിപ്പോൾ ഷുട്ടൂപ്പിക്ക് പാല് കൊടുക്കണം. പാല് കൊണ്ടുവച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ അവൾക്ക് ബത്തക്ക കൊടുത്തോണ്ട് ഇനിയിപ്പം ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി നമുക്ക് പാല് കുടിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് മുട്ട തിന്നാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ പാല് കുടിക്കാൻ പോട്ടെ. അയ്യേ അങ്ങനെ നോക്കണ്ട. അമ്പോ ഉറങ്ങിയാ? ഷുഗായിട്ട് ഉറങ്ങീനാ? ഷുഗായിട്ട് ഉറങ്ങീനാ? പറ. ഷുഗായിട്ട് ഉറങ്ങിയാ? മതിയായോ ഉറങ്ങിയിട്ട്? പോവാ, എന്നാ കളിക്കാൻ പോവാ നമുക്ക്. ലെറ്റ്സ് ഗോ. കം ലെറ്റ്സ് ഗോ. എന്തിനാ തൊക്കുന്ന? അതിലില്ല, തുറക്കാൻ അതിനകത്ത് ഇല്ലട കള്ള. ഇതാരെ പൊട്ടെല്ലാം വലിച്ചു കളഞ്ഞ്? ആരാ പൊട്ടൊക്കെ കളഞ്ഞത്? അപ്പം ഞാൻ ഷുട്ടുവിൻ്റെ പാല് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, തണിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിനിയിപ്പം ഷുട്ടുവിൻ്റെ പാമ്പസ് എല്ലാം ഒന്ന് പൊട്ടിച്ചിടാനുണ്ട്. ഇവിടെ വന്നിട്ട് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. കാരണം ഇവിടുന്ന് പകലും രാത്രിയിലും ഉപയോഗിക്കൽ കുറവാണ്, ഉറങ്ങുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ രാത്രി. അപ്പോൾ അതൊരു 2-3 ഉണ്ട്, അതാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചായ വെക്കണം. അതൊക്കെയാണ് പിന്നെ ഈവനിങ്ങുള്ള പരിപാടി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ബിരിയാണി ഇന്നലത്തെ ഉള്ളതുകൊണ്ട് അത് രാത്രിയൊക്കെ ചൂടാക്കാമെന്ന് വിചാരിക്കുന്നു. ചപ്പാത്തി ഒന്നും ആക്കുന്നില്ല ഇന്ന്, വെറുതെ അത് വേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കിനി പരിപാടിയിൽ കാണില്ലേ. ഇതെന്താ തീർന്നിട്ടില്ലല്ലോ? എന്നാലേ കളിക്കാൻ എനർജി വരും. പാലെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ഒരു മുട്ട ആൾക്ക് ആക്കാൻ വെച്ചു. അപ്പോഴേക്കും അമ്മ ഇതാ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ മാങ്ങയും കഴിച്ചു. ഷുട്ടുവിൻ്റെ മാങ്ങ അങ്ങനെ കഴിച്ചില്ല, 1-2 പീസ് എടുത്ത് കഴിച്ചതേ ഉള്ളൂ.
മാങ്ങയെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അച്ചാച്ചനും അമ്മമ്മയും കൂടി നേരെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഷൂട്ടും കൂടെ കൂട്ടത്തിൽ അവളുടെ ചൂലും വേണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ അവളുടെ പാമ്പസ് എല്ലാം ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ടാകുമ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലായാലും പാമ്പസ് ഉപയോഗിക്കൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടിട്ട് പിന്നെ അവളെ കുളിപ്പിക്കേണ്ട പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഗാന്ധി നമ്മളെ പേരക്കേൻ്റെ മേലെയുണ്ട് കുറേ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കലായിരുന്നു. പക്ഷെ ഒന്നും ആയിട്ടില്ല, എല്ലാം പച്ചയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നടക്കായിരുന്നു നമ്മൾ. അമ്മ എൻ്റെ അമ്മ അതാ അതിന് ചുട്ടുപ്പി കുളിക്കാൻ വേണ്ടി എണ്ണയല്ലേ തേച്ച് ഇനിയിപ്പോ നമ്മളൊക്കെ കുളിക്കണം. കണ്ട വലിയ കണ്ടല്ലേ, വലിയ കണ്ട പടാമ്പടാമ്പടാ പോന്ന തോന്നുന്നില്ല എനക്ക് പെയ്യും. വലിയ കണ്ട പൊന്നാ. കൊച്ചു പാലില്ലല്ലോ, വാവ കുടിച്ചില്ലേ പാല്? തുടച്ചെല്ലാം വെക്കുന്ന ചുട്ടുപ്പ കുളിച്ചില്ലേ? ഓ പല്ലിയുണ്ട്. ആരാ കുളിച്ചു സുന്ദരിയായേ? സുന്ദരി ഒന്ന് പോസ് ചെയ്ത് ചിരിച്ചേ. സുന്ദരി അയ്യേ ഇങ്ങോട്ട് നോക്കിയിട്ട് ചിരിക്കുക. ചുട്ടു കുളിച്ചോ? ചുട്ടുപ്പി കുളിച്ചോ? വരയരാ ഇവിടെ നിന്റെ മൂക്കെന്തിങ്ങനെ? അത് വരുവപ്പാ. അമ്മ ചായ കുടിക്കട്ടെ. ഓ ഇന്ന് ചായക്ക് ഇതൊക്കെയായിരുന്നു. നല്ല നാടൻ പഴവും മിച്ചറും. ഈ കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്ത ആളാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ നേരെ പോയി പിന്നെ കുളിച്ചു. എന്നിട്ട് വന്നിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഈവനിങ് ടൈമിൽ ഞാൻ സാലിസിലിക് ആസിഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ രാത്രി കിടക്കാൻ നോക്കുമ്പോഴാണ് നമ്മളെ ഡോട്ട് ആൻഡ് കീൻ്റെ നൈറ്റ് റിപ്പയർ ക്രീമില്ലേ അതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈവനിങ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നമ്മളെ നോർമൽ ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിലത്തെ സ്കിൻ കെയറും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ചുട്ടൂര് നേരത്തെ മുട്ട ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കൊടുക്കട്ടെ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഇത് കൊടുക്കട്ടെ. അമ്മ വിളക്കിൽ എല്ലാം റെഡിയാക്കി വെച്ച് തിരിയൊക്കെ ഇടുന്ന സമയമായതുകൊണ്ടാണ് ചുട്ടൂന് ടി വിയും വെച്ച് കൊടുത്ത് ഇരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, എല്ലാം വലിച്ചിടും. അപ്പോൾ അതൊക്കെ മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയിട്ട് ചപ്പാത്തി കുഴക്കാമെന്ന് വിചാരിച്ചു. എനിക്കും അമ്മയ്ക്കും ബിരിയാണി ഉണ്ട്. അച്ഛൻ വെജിറ്റേറിയൻ, അച്ഛൻ ബിരിയാണി മറ്റേ ചിക്കൻ മീനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ കുറച്ച് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ പിന്നെ ചപ്പാത്തി പരിപാടിയിലേക്ക് കടന്നു. അമ്മയും ചുട്ടും വിളക്കെല്ലാം കത്തിച്ച് ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും എൻ്റെ ചപ്പാത്തിയും റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ പോയിട്ടുള്ളത്. അവർ വരുമ്പോഴേക്കും എൻ്റെ പരിപാടി കഴിയും. കാരണം അച്ഛന് മാത്രമായതുകൊണ്ട് കുറച്ചെണ്ണം മാത്രമേ വേണ്ടൂ. അങ്ങനെ നമ്മളെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി നമ്മളെ ഡിന്നറിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ചൂടാക്കണം. അപ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് ഒരാൾ മേലെ ചിമ്മിണീൻ്റെ മേലെ ചാടിപ്പിടഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എലിയാന്നാണ്. പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുട്ടികളുള്ള ഒരു അണ്ണനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അടുപ്പിലേക്ക് വന്നിട്ട് വീഴും. അണ്ണാനാന്ന് മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പോൾ ചുട്ടു അത് കണ്ടതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. പിന്നെ അത് ചാടിയ പോലെ ചാടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിളക്കത്തിക്കലും പരിപാടിയും ചപ്പാത്തിയും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നമ്മളെ ഡിന്നർ കഴിക്കാൻ പോയി. നമ്മളെ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് അച്ചാച്ചനും മോളും കൂടെ ഓരോന്ന് കളിക്കാൻ തുടങ്ങി. ഭയങ്കര അടിയാണ്. അച്ഛൻ ആ സ്റ്റൂൾ എടുത്ത് വെച്ച് അടിക്കുകയൊക്കെ ചെയ്തു അവൾ. ഇനിയിപ്പം ആൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കൊടുക്കും. നല്ല മത്തി നമ്മൾ പൊരിച്ച് വെച്ച ഫ്രൈ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് മീനാണ് കൂടുതലും കഴിക്കുക. പക്ഷെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കൂടെ.
അങ്ങനെ ചുട്ടുവിൻ്റെ കുറച്ച് റൊട്ടീൻസൊക്കെ മാറിയിട്ടുണ്ട് ഫുഡിൻ്റെ. ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം.